പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ മുച്ചീട്ട് കളിക്കാരെ പോലെ പെരുമാറുന്നുവെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. STU കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളുടെയും യൂണിറ്റ് ഭാരവാഹികളുടെയും സംയുക്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 5-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ STU കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. നമ്മുടെ രാജ്യത്ത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ചുമട്ട് തൊഴിലാളി മേഖലയാണ്. ആ ചുമട്ട് തൊഴിലാളികൾക്ക് നിലവിലുള്ള നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ടുള്ള ചില ഉത്തരവിന്റെ ഫലമായിട്ട് നിലവിൽ അവർ ജോലി ചെയ്ത പല ജോലികളും ഇല്ലാതാകാൻ പോകും. കാമ്പൗണ്ട്, അനധികൃത ഐഡന്റി കാർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നിയമത്തിൽ സമൂലമായ മാറ്റങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 5 സമരങ്ങൾ ചുമട്ട് തൊഴിലാളി ഫെഡറേഷൻ നടത്തുകയുണ്ടായി. ചെറുതും വലുതുമായിട്ടുള്ള 5 സമരങ്ങൾ നടത്തിയിട്ടും ആ സമരത്തെയെല്ലാം ഈ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരു ക്ഷേമനിധി ബോർഡിൽ നിന്നും തുകയെടുത്ത് മറ്റു ക്ഷേമ ബോർഡിലേക്ക് നൽകുകയും തൊഴിലാളി ക്ഷേമത്തിനായി നൽകേണ്ട തുക തൊഴിലാളികൾക്ക് നൽകാതെ വകമാറ്റി ചിലവഴിക്കുകയും ചെയ്യുന്ന ചെപ്പടി വിദ്യ അവസാനിപ്പിക്കണമെന്നും MA കരീം പറഞ്ഞു. ഇടത് ദുർഭരണത്തിനും തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കുമെതിരെ വിവിധ കാറ്റഗറി ഫെഡറേഷൻ STU 10,000-ഓളം തൊഴിലാളികളെ അണിനിരത്തി STU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ STU കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ 5 മേഖലകളിലായി സായാഹ്ന ധർണ നടത്തുവാനും കൺവെൻഷൻ തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞ് പന്നിയൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മൂസ ഹാജി, ജില്ലാ ജനറൽ സെക്രട്ടറി PP നാസർ, PK സീനത്ത്, P ഹംസ ഹാജി, KP നൌഷാദ്, പാലക്കൽ അലവി, MKP സക്കീന, P അബ്ദുൾ ഷുക്കൂർ, MP മഹ്മൂദ്, പാലക്കൽ സാഹിർ, BM ബഷീർ, CP കുഞ്ഞഹമ്മദ്, AP ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.